ഞാൻ നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചും അതിൽ കുടുംബത്തിൻ്റെ അഭിപ്രായവും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതും സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് വന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു തൃപ്തിയുള്ള രീതിയിലല്ല അന്വേഷണം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുടുംബത്തിൻ്റെ പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അവരുടെ പരാതി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണെന്നുള്ള ആ പരാതിയിലല്ല അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ഏത് വഴിക്ക് പോകുന്നുവെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോഡി ഇൻക്വസ്റ്റ് പോലീസാണ് നടത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എത്ര മുറിവുകളുണ്ട് എന്ന് പോലീസിന് തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അപ്പോൾ ആൻറ്റി മോർട്ടം റിപ്പോർട്ടിൽ തന്നെ 19 മുറിവുകളുണ്ട്, ഗുരുതരമായ മുറിവുകൾ. മുഖത്ത്, കഴുത്തിൽ, താടിയിൽ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അടിവയറ്റിലെല്ലാം ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല മണിക്കൂറുകളോളം, വെള്ളം കുടിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഈ കൊടും ചൂടിൽ നിർജ്ജലീകരണം, പൂർണ്ണമായി വെള്ളം പോലും കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി കൊല്ലുകയായിരുന്നു. എന്നിട്ട് ഇത് വിവാദമാകുന്നത് വരെ ഇത്രയും മുറിവുകളുണ്ട്, ഇത്രയും അപകടം, ഇതിൻ്റെ അകത്ത് ഇത്രയും ടോർച്ചറിങ് ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതാണ് ചോദ്യം. ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ്, ആ ഒരാഴ്ച ഈ പ്രതികളെല്ലാം കോളേജിൽ വിലസാണ്. അപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ സാധാരണ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് സംസാരിക്കും. അപ്പോൾ പോലീസിന് വളരെ വ്യക്തമായിരുന്നു ഇത് ഗുരുതരമായ ടോർച്ചറിങ് ആണ്, പീഡനമാണ് നടന്നിട്ടുള്ളതെന്ന്. എന്നിട്ട് പോലീസ് ഇത് മൂടി വെച്ചു. അതാണ് പ്രശ്നം. ആ പോലീസിനെ എങ്ങനെ വിശ്വസിക്കും? 1. 2, ഈ പ്രതികളെ മുഴുവൻ ഒളിപ്പിച്ചത് ഭരണകക്ഷിയാണ്. മുഴുവൻ ഒളിപ്പിച്ചത് സൗകര്യം പോലെ കൊണ്ടേ ഓരോരുത്തരെ ഈ കുറച്ച് ബാച്ചിനെ വെച്ച് ഹാജരാക്കുകയായിരുന്നു പോലീസുമായിട്ടുള്ള സൗകര്യത്തെ. 3, അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ SFI ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. 4, മുൻ MLA കൂടിയായ ആൾ ഈ പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ വരികയാണ്. അദ്ദേഹത്തിന് എന്താ കാര്യം അവിടെ? എന്താ കാര്യം അവിടെ? അപ്പോൾ പ്രതികൾക്ക് മാനസികമായ പിന്തുണ കൊടുക്കാൻ, ആത്മബലം കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ CPM മുതിർന്ന നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെയാണല്ലോ, ഒരു ക്രൈം ചെയ്തിട്ട് ആ ആളുകൾ വരുമ്പോൾ, പ്രതികൾ വരുമ്പോൾ പേടിക്കണ്ട, കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ തുടങ്ങിയ 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള നിലപാടിലേക്ക് ഈ കുടുംബവും ഞങ്ങളും വന്നത്. ഞങ്ങൾ കുടുംബത്തിൻ്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും മഹിളാ കോൺഗ്രസ് പ്രസിഡൻറ്റും KSU പ്രസിഡൻറ്റും ഇന്ന് നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു.